ആ യാത്രയിൽ കണ്ടുമുട്ടുന്നു തൈക്കാട്ട് അയ്യാവാശാൻ. സ്വാമിയെ വളരെ ഇഷ്ടപ്പെട്ടു. സ്വാമിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുത്തു. ഒടുവിൽ പറഞ്ഞു, നാണു തപസ്സനുഷ്ഠിക്കണം. തപസ് എങ്കിൽ മാത്രമേ നാണുവിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയൂ. ആ യാത്ര ചെന്നെത്തിയതോ കന്യാകുമാരിക്ക് കിഴക്കുള്ള ഒരു ഇരുളടഞ്ഞ മലയിൽ, മരുത്വാമല. കൊടുംവനവും അതുപോലെ കാട്ടുജന്തുക്കളും കാട്ടുജാതിക്കാരുമൊക്കെ ആയിട്ടുള്ള ഒരു കൊടുംവനത്തിൽ ആ മലമുകളിലേക്ക് സ്വാമി കയറിപ്പോകുന്നു. മരുത്വാമലമുകളിൽ പിള്ളത്തടം ഗുഹ തന്നിൽ പഞ്ചാരമണൽപ്പുറത്താ ദർഭമേലിരുന്നു സ്വാമി. മരുത്വാമലമുകളിൽ പിള്ളത്തടം ഗുഹ തന്നിൽ പഞ്ചാരമണൽപ്പുറത്താ ദർഭമേലിരുന്നു സ്വാമി. ചുറ്റിലും ഘോരമാമ്പനങ്ങളും മൃഗങ്ങളും സ്വച്ഛന്തമായൊഴുകും ശുദ്ധമാം നീർച്ചാലുകൾ. ചുറ്റിലും ഘോരമാമ്പനങ്ങളും മൃഗങ്ങളും സ്വച്ഛന്തമായൊഴുകും ശുദ്ധമാം നീർച്ചാലുകൾ. ദൂരയാ സാഗരത്തിൻ ശാന്തമാമിരമ്പലും വിസ്മൃതമായി മെല്ലെ ശാന്തിലീനനായി സ്വാമി. ദൂരയാ സാഗരത്തിൻ ശാന്തമാമിരമ്പലും വിസ്മൃതമായി മെല്ലെ ശാന്തിലീനനായി സ്വാമി. മരുത്വാമലമുകളിൽ പിള്ളത്തടം ഗുഹ തന്നിൽ പഞ്ചാരമണൽപ്പുറത്താ ദർഭമേലിരുന്നു സ്വാമി.